ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP Fancy Items. Deva Star Homes, Punalur. Punalur Electricals and Plumbing near Excise Circle Office, Tolikod, Punalur. Branded companiകളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ബിജിത് കുമാർ. പ്രധാന വാർത്തകൾ. സഹോദരിയോട് സഹോദരന്റെ കൊടും ക്രൂരത. പുനലൂർ വട്ടമണ്ണിൽ സഹോദരിയെ സഹോദരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയുടെ നില അതീവ ഗുരുതരം. കാര്യറ കമുകുംചേരിയിൽ 68കാരിക്ക് നേരെ പീഡന ശ്രമം. അയൽവാസിയും സുഹൃത്തും പിടിയിൽ. പിടികൂടിയത് കുന്നിക്കോട് പോലീസ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരുടെ വേതനം ATM വഴി നൽകാനുള്ള നീക്കത്തിനെതിരെ CITU. മാനേജ്മെന്റ് തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും CITU. വാർത്തകൾ വിശദമായി. പുനലൂർ വട്ടമണ്ണിൽ സഹോദരൻ സഹോദരിയെ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൊലപാതകത്തിന് ശേഷം ഇയാൾ തീ കൊളുത്തി ആത്മഹത്യയ്ക്കും ശ്രമിച്ചു. ഗുരുതരമായി പരിക്കേറ്റ പ്രതി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ അരുങ്കൊലയ്ക്ക് നാട് സാക്ഷ്യം വഹിച്ചത്. വട്ടമൺ കല്ലുവിളപ്പുത്തൻ വീട്ടിൽ മോളിക്കുട്ടി എന്ന് വിളിക്കുന്ന 50 വയസ്സുള്ള മേഴ്സിയെയാണ് സഹോദരൻ തോമസ് ഡാനിയൽ അതിദാരുണമായി കൊലപ്പെടുത്തിയത്. തുടർന്ന് അയൽവാസി കൂടിയായ മറ്റൊരു സഹോദരൻ ജേക്കബ് ഡാനിയലിന്റെ വീട്ടിലെത്തിയാണ് തോമസ് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 90% പൊള്ളലേറ്റ ഇയാളുടെ നില അതീവ ഗുരുതരമാണ്. പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച തോമസ് ഡാനിയലിനെ വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വീട്ടിനുള്ളിലുണ്ടായിരുന്ന ജേക്കബ് ഡാനിയലിന്റെ മകളെ പുറത്തിറക്കിയ ശേഷം തോമസ് തീ കൊളുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. കയ്യിൽ കരുതിയ പെട്രോൾ മുറികളിലേക്ക് ഒഴിച്ചതിനു ശേഷം തീ കൊളുത്തുകയായിരുന്നു. വീട്ടിൽ നിന്നും തീ ഉയർന്നത് കണ്ട പെൺകുട്ടി നിലവിളിച്ചതോടെയാണ് നാട്ടുകാർ ഓടിക്കൂടിയത്. തുടർന്ന് നാട്ടുകാരാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ വീടും ഗൃഹോപകരണങ്ങളും ഭാഗികമായി കത്തി നശിച്ചു. കൊല ചെയ്യപ്പെട്ട മേഴ്സിയും സഹോദരൻ തോമസും അവിവാഹിതരാണ്. മാതാപിതാക്കൾ മരണപ്പെട്ട ശേഷം വർഷങ്ങളായി ഇവർ ഒരുമിച്ചായിരുന്നു താമസം. മുറിക്കുള്ളിൽ കിടക്കയിൽ കഴുത്തിൽ ആഴത്തിൽ മുറിവേറ്റ നിലയിലാണ് മേഴ്സിയുടെ മൃതദേഹം കാണപ്പെട്ടത്. മൃതദേഹത്തിനരികിൽ നിന്നും ചുറ്റികയും പൊതിഞ്ഞു സൂക്ഷിച്ച രേഖകളും പോലീസ് കണ്ടെടുത്തു. പുനലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഫോറൻസിക് വിദഗ്ധരും ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തി തെളിവുകൾ ശേഖരിച്ചു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. ലൈവ് വാർത്ത, പുനലൂർ. പട്ടാഴി ദേവീക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ പട്ടാഴി സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു. 100 കണക്കിന് ആളുകൾ സമരത്തിൽ പങ്കെടുത്തു. ക്ഷേത്രത്തിന്റെ ആവശ്യങ്ങൾക്കുള്ള പണം സ്വകാര്യ സ്വത്തായി വിനിയോഗിക്കുന്നതിനെതിരെയായിരുന്നു സമരം. കഴിഞ്ഞ ദിവസം രാവിലെ 10-ന് ക്ഷേത്ര സംരക്ഷണ സമിതി രൂപീകരണ കമ്മിറ്റി അംഗം C. രവീന്ദ്രൻ നായർ ധർണ ഉദ്ഘാടനം ചെയ്തു. ജോയിന്റ് അക്കൌണ്ട് പ്രസിഡന്റ്, സെക്രട്ടറി, ഖജാൻജി തുടങ്ങി 3 പേരുടെ ജോയിന്റ് അക്കൌണ്ടിൽ കിടക്കുന്ന പൈസ അടുത്ത ഭരണസമിതി അധികാരത്തിലെത്തി അവിടെ അതിന്റെ മിനിറ്റ്സ് ഇവിടെ ഹാജരാക്കുമ്പോൾ ആ അക്കൌണ്ടിലേക്ക് ഓട്ടോമാറ്റിക്കായി പുതിയ ഭരണസമിതി ആരാവോ അവരുടെ അക്കൌണ്ടിലേക്ക്, അവരുടെ പേരിലേക്ക് ആ തുക മാറ്റപ്പെടുകയാണ്. അത് ഒരു പുതിയ സംഭവമല്ല ഈ നാട്ടിൽ. ഏത് സംഘടനയുടെയും ബൈല അനുസരിച്ച് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ ഇവിടെ സ്ഥിതി അതല്ല. തങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ നീങ്ങിയില്ലെങ്കിൽ ഉടനെ എതിർത്തുള്ളൂ. ദേവി ആയാലുണ്ടോ ദേവനായാലും ഇവരുടെ ആത്മാർത്ഥത എത്രയുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാട്ടെ. ഞങ്ങൾ ഇരിക്കുന്ന കസേരയിൽ വേറൊരാൾ ഇരിക്കാൻ പാടില്ല. ഞങ്ങൾ കിട്ടുന്ന അംഗീകാരം വേറൊരാൾ കിട്ടാൻ പാടില്ല. പട്ടാഴിയുടെ പ്രമാണിത്വം ഞങ്ങളുടെ ചുമലിൽ തന്നെ വേണമെന്ന് ആഗ്രഹിച്ച് ആരെങ്കിലും മുന്നോട്ട് വന്നാൽ
അതിനെ അങ്ങനെ കൈയും കെട്ടി നോക്കിയിരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. സമിതി പ്രസിഡന്റ് AR അരുണിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മീനൻ രാജേഷ്, സമിതി അംഗം പട്ടാഴി സുഭാഷ്, KR കർമ്മേന്ദ്രൻപിള്ള, രഞ്ജിത്ത് ബാബു, T ബാലകൃഷ്ണൻ, ശ്രീജയൻ, ഹരീഷ് കുമാർ, PV മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ദേവീ ക്ഷേത്രത്തിന്റേതായി ബാങ്കിൽ നിക്ഷേപിച്ചിട്ടുള്ള പണം ക്ഷേത്രാവശ്യത്തിന് ഉപയോഗിക്കാൻ നൽകാതെ സ്വകാര്യ സ്വത്തായി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റും ചില തൽപര കക്ഷികളും ഉപയോഗിക്കുകയാണെന്ന് ക്ഷേത്ര സംരക്ഷണ സമിതി ആരോപിച്ചു. ഈ നിലപാടിൽ നിന്ന് ബാങ്ക് പിന്മാറിയില്ലെങ്കിൽ നിയമ നടപടി സ്വീകരിക്കുമെന്നും സംരക്ഷണ സമിതി മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. രാഷ്ട്രീയ പാർട്ടികളുടെയോ നേതാക്കളുടെയോ പിന്തുണയില്ലാതെ വിളക്കുടി ഗ്രാമപഞ്ചായത്ത് മഞ്ഞമൺകാല വാർഡിലെ ജനങ്ങൾ പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ സ്വതന്ത്ര പഞ്ചായത്ത് അംഗം KG വിനുവിന്റെ നേതൃത്വത്തിലാണ് പ്രവർത്തകർ KB ഗണേഷ് കുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. രാഷ്ട്രീയ പാർട്ടികളുടെയോ നേതാക്കളുടെയോ പിന്തുണയില്ലാതെ പത്തനാപുരത്തെ LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാറിന്റെ വിജയത്തിനായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. വിളക്കുടി ഗ്രാമപഞ്ചായത്തിലെ 9ാം വാർഡായ മഞ്ഞമൺകാലയിലാണ് സ്വതന്ത്ര ഗ്രാമപഞ്ചായത്ത് അംഗമായ KG വിനുവിന്റെ നേതൃത്വത്തിൽ പ്രദേശവാസികൾ KB ഗണേഷ് കുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ തീരുമാനിച്ചത്. ഇതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം വൻ ജനപങ്കാളിത്തത്തോടെ കുടുംബയോഗം സംഘടിപ്പിച്ചു. തുളസീധരൻ അധ്യക്ഷനായ കുടുംബയോഗം ഗ്രാമപഞ്ചായത്ത് അംഗം KG വിനു ഉദ്ഘാടനം ചെയ്തു. അപ്പൊ ബഹുമാനപ്പെട്ട MLA ഞാൻ നേരിട്ട് കണ്ട എന്റെ വ്യക്തിബന്ധം ഉപയോഗിച്ച് സാർ ഞാൻ പറഞ്ഞു, സാർ ഈ റോഡ് ഇലക്ഷന് മുമ്പ് എനിക്ക് ടാർ ചെയ്ത് തരണം. അത് സാധ്യമല്ല, കാരണം പൈസ ഇല്ല. പക്ഷേ ഞാൻ ഇവിടെ വ്യക്തിപരമായിട്ട് അദ്ദേഹത്തിന്റെ കാറിൽ ഒരു ദിവസം രാത്രി സന്ദർശിക്കുകയും ഞാൻ എന്റെ ഭീകരാവസ്ഥ MLA ബോധ്യപ്പെടുത്തുകയും ചെയ്തു. അപ്പോഴാണ് MLAക്ക് ഇതിന്റെ സംഗതി പിടികിട്ടിയത്. ഒരു ഓട്ടോ നമുക്ക് സ്വതന്ത്രമായി ഒരു ബസ് ഉണ്ടായിരുന്നു, ആ ബസ് ഞാൻ നിന്ന് ഒരു ഓട്ടോറിക്ഷ ചമ്മന്ന് വിളിച്ച മഞ്ഞമംഗല വാർത്തല്ല ഈ പലരും എന്നോട് പറഞ്ഞു. ഞാൻ പക്ഷേ അതിന്റെ പേരിലുള്ള കഠിനാധ്വാനം വഴി മറ്റു ഫണ്ടിലേക്ക് വകയിരുത്തിയാൽ നിങ്ങൾ ഒരു പക്ഷേ നിങ്ങളുടെ ഇടതുപക്ഷ പ്രവർത്തകർ ഈ ബുക്ക് നിങ്ങളുടെയൊക്കെ വീട്ടിലെത്തിച്ചിട്ടുണ്ടോ? കുറച്ചൊക്കെ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളിന്റെ നടുക്കത്തെ പേജ് എടുക്കുക, അതിന് തൊട്ടിപ്പുറത്തെ മഞ്ഞമൺകാല നമ്മുടെ ഈ വിളക്കുടി പഞ്ചായത്തിലെ MLAയുടെ പ്രധാനപ്പെട്ട ഫണ്ടുകളെ പറ്റി ഒരു വിവരണം കൊടുത്തിട്ടുണ്ട്. അതിൽ 3ാമത്തെ തുക തിരുവഴി മഞ്ഞമൺകാല റോഡ് 39.9 ലക്ഷം രൂപ. ആദ്യമായിട്ടാണ് ഇത്രയും ഒരു വലിയ തുക നമ്മുടെ വാർഡിൽ അനുവദിക്കുന്നത്, ഒറ്റ വാർഡ് കേന്ദ്രീകരിച്ച്. 350ഓളം ആളുകളാണ് കുടുംബയോഗത്തിൽ പങ്കെടുത്തത്. ചൊവ്വാഴ്ച രാവിലെ 9:30 ഗണേഷ് കുമാറിന് മഞ്ഞമൺകാലയിൽ വൻപിച്ച സ്വീകരണം നൽകാനും യോഗത്തിൽ തീരുമാനമായി. ഗണേഷ് കുമാർ ഈ വാർഡിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് ഗണേഷ് കുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ പ്രദേശവാസികൾ തീരുമാനിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആറ്റുകടവിൽ വെച്ച് 68-കാരിയായ വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിലെ 2 പേരെ കുന്നിക്കോട് പോലീസ് പിടികൂടി. വീട്ടമ്മയുടെ അയൽവാസിയും സുഹൃത്തുമാണ് പിടിയിലായത്. ഇവരെ പുനലൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 2:30ഓടെയാണ് കമുകുംചേരി എള്ളുംവിളക്കടവിൽ 68-കാരിയായ വീട്ടമ്മയെ അയൽവാസിയും സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുകയും ശാരീരികമായി ഉപദ്രവിക്കുകയും ചെയ്തത്. എനിക്ക് 2 പേരുണ്ടായിരുന്നു. അതിൽ ഒരാളാണ് എന്നെ ആക്രമിച്ചത്. ഇങ്ങനെ കൊണ്ടടക്കം പിടിച്ചേച്ച് തള്ളി ചായലിട്ട് കുടിച്ചു കൂടിയപ്പോൾ ഇതുപോലെ പൊങ്ങായിട്ട് കുത്തി പിടിച്ച് തന്നെ കൊല്ലാൻ ശ്രമിച്ചു. ഒരാളെ ഈ ചെയ്തത്, 2 പേരും കൂടെ ആറ്റി നിൽക്കുന്ന കണ്ടത്. 2 പേരും അറിയുന്നവരാ. ആ വീട് ഒരാൾ വീടിനടുത്തുള്ളത്, ഒരാൾ സ്വല്പം അകലെയുള്ളത്. ബിജു, ഒരാളുടെ പേര് ബിജു, ഒരാൾ ഈ ശിശുപാലൻ. അവൻ മാറി നിൽക്കുമായിരുന്നു, അവൻ എന്നെ തൊട്ടില്ല. ആക്രമിച്ച ആള് ബിജു. കടവിലെത്തി കുളിച്ചു കയറിയ വീട്ടമ്മയെ ഇവർ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വീട്ടമ്മയുടെ അയൽവാസിയായ ശിശുപാലൻ, സുഹൃത്ത് ബിജു എന്നിവരാണ് കേസിലെ പ്രതികൾ. ഇവരെ കുന്നിക്കോട് പോലീസ് പിടികൂടി. കഴിഞ്ഞ ദിവസം രാത്രി തന്നെ അയൽവാസിയായ ശിശുപാലനെ പോലീസ് പിടികൂടിയിരുന്നു. ഇയാളുടെ സുഹൃത്തായ ബിജുവിനെ പറയരുവിളയിലെ റബ്ബർ തോട്ടത്തിൽ നിന്നും പോലീസ് തിങ്കളാഴ്ച ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു. കുന്നിക്കോട് SI AN ഷാജു, അഡീഷണൽ SI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ രാജേഷ്, മധുസൂദനൻ പിള്ള, ASI ഫാസി, സിവിൽ പോലീസ് ഓഫീസർ കൃഷ്ണകുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. പുനലൂർ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ISRO ചാരക്കേസിൽ താൻ പീഡനങ്ങൾ നേരിട്ടപ്പോൾ തനിക്ക് ആശ്വാസം പകർന്നത് ഡോക്ടർ APJ അബ്ദുൽ കലാം ആയിരുന്നുവെന്ന് ISRO മുൻ ഡയറക്ടർ നമ്പി നാരായണൻ. ഡോക്ടർ APJ അബ്ദുൽ കലാം പത്തനാപുരം ഗാന്ധിഭവൻ സന്ദർശിച്ചതിന്റെ 1ാം വാർഷികം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേസിലകപ്പെട്ടപ്പോൾ ISROയിലെ സഹപ്രവർത്തകരാരും പ്രതികരിച്ചില്ലെന്നും ISROയിലെ സഹപ്രവർത്തകനായ ഡോക്ടർ APJ അബ്ദുൽ കലാം 2ാം ദിവസം തന്നെ തനിക്ക് അനുകൂലമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തു വന്നുവെന്നും ബാഹ്യശക്തികളുടെ പ്രേരണയോടെ കെട്ടിച്ചമച്ച കഥയായിരുന്നു ISRO ചാരവൃത്തി കേസെന്ന് APJയ്ക്ക് അറിയാമായിരുന്നുവെന്നും നമ്പി നാരായണൻ പറഞ്ഞു. മറ്റുള്ളവർ പേടിച്ച് പ്രതികരിക്കാതിരുന്നപ്പോൾ നിർഭയനായ കലാം
തനിക്കെതിരായ പോലീസ് കേസിനെതിരെ പ്രതികരിച്ചുകൊണ്ട് രംഗത്തു വന്ന കാര്യവും നമ്പി നാരായണൻ ഓർമ്മിപ്പിച്ചു. ആരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചില്ല. ഡിസംബർ 2-ാം തീയതി കലാമിന്റെ പ്രതികരണം ബാക്സിലോട് വരുന്നുണ്ട് ഇന്ത്യ ടുഡേ. ഇങ്ങനെ ഡ്രോയിങ് കൊണ്ട് ഒരാളെ ഒരു ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്യാമെന്ന് വിശ്വസിക്കുകയാണെങ്കിൽ they are cheating themselves. ആദ്യമായിട്ട് പറയുകയാണ് പുള്ളിയാണ് ഫസ്റ്റ് പ്രതികരണം. 2-ാമത്തെ ദിവസം അവിടെയും ഞാൻ കാണുന്നത് ഒരു മനുഷ്യത്വമില്ല, പറയാനുള്ള ഒരു ധൈര്യം. അന്ന് ISROയിലുള്ളവർ പറയാത്തതിന്റെ ഒരു കാരണം പേടിച്ചിട്ടാണ്. പക്ഷേ കലാമിന് ആ പേടിയൊന്നുമില്ല എല്ലാ കാര്യങ്ങളും. കേസ് കഴിഞ്ഞ് സ്വതന്ത്രനായപ്പോൾ അദ്ദേഹത്തെ നേരിട്ട് കണ്ടുവെന്നും തനിക്കെതിരായ കേസിനെതിരെ നഷ്ടപരിഹാരത്തിനായി കോടതിയെ സമീപിച്ച കാര്യം അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചുവെന്നും താൻ കേസ് കൊടുത്തതിനെ വിമർശിച്ച അദ്ദേഹം മുകളിൽ ഒരു കോടതിയുണ്ടെന്നും ആ കോടതിയിൽ വിശ്വാസമർപ്പിക്കണമെന്നും ഉപദേശിച്ചു. പിന്നെ കേസെല്ലാം കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് കൺഗ്രാജുലേഷൻസ്, നമുക്ക് എപ്പോഴാണ് കാണുന്നത്? വന്നിരുന്നു, ഞാൻ കണ്ടു. എന്നോട് ചോദിച്ചു, നീ കേസ് എല്ലാം കൂടെ പറയാം. ആമാ സാർ, പിന്നെ കേസ് കോമ്പൻസേഷൻ പ്ലസ് അവരെ പണിഷ് ചെയ്യണം. അവരെ പണിഷ് ചെയ്ത് കിരിയാൽ ഞാൻ പറഞ്ഞ അതിൻ്റെ എഫക്റ്റഡ് പാർട്ട്. Then he told me in Tamil, but I will tell in English. Sorry, മലയാളത്തിൽ. മുകളിൽ ഒരു കോടതിയുണ്ട്. ആ കോടതിയിൽ ഇരുന്ന് ഇവർ ആരും എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തില്ല. ഗാന്ധിഭവൻ അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ സായിഗ്രാമം സ്ഥാപകനും ഡയറക്ടറുമായ KN ആനന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. സമൂഹം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രശ്നം പുതുതലമുറയാണെന്ന് അദ്ദേഹം പറഞ്ഞു. അപകടകരമായ സാമൂഹ്യ സാഹചര്യത്തിലൂടെയാണ് പുതുതലമുറ കടന്നുപോകുന്നതെന്നും കുട്ടികളെ വളർത്തുന്നതിൽ രക്ഷിതാക്കൾ കൂടുതൽ ജാഗ്രത പാലിക്കണമെന്നും അദ്ദേഹം ഉപദേശിച്ചു. ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ APJ അബ്ദുൽ കലാം അനുസ്മരണ പ്രഭാഷണം നടത്തി. ബ്രിട്ടീഷ് മലയാളി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ 7 നിർധന രോഗികൾക്ക് ചികിത്സാ ധനസഹായം നൽകി. ഡോക്ടർ കലാമിന്റെ കുടുംബാംഗമായ APJ ഷെയ്ഖ് സലീം, മാധ്യമപ്രവർത്തകനായ സാജൻ സ്കറിയ, പൊതുപ്രവർത്തകരായ K ധർമ്മരാജൻ, MK ഉണ്ണികൃഷ്ണപിള്ള, MD ബാബ, APJ അബ്ദുൽ കലാമിന് ഭക്ഷണം നൽകിയിരുന്ന ഗുരുവായൂർ ഹോട്ടലിന്റെ ഉടമ S പരമേശ്വരൻ നായർ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. എക്സ്പ്ലോർ ടൂർസ് ആൻഡ് ട്രാവൽസ്, AMR ബിൽഡിംഗ്, മാർക്കറ്റ് വ്യൂ, പത്തനാപുരം. പ്രവാസികൾക്കൊരു സന്തോഷ വാർത്ത. എക്സ്പ്ലോർ ടൂർസ് ആൻഡ് ട്രാവൽസ് പത്തനാപുരത്ത് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. എയർ ടിക്കറ്റ്, പാസ്പോർട്ട്, വിസ പ്രോസസിംഗ്, എമിഗ്രേഷൻ, ട്രാവൽ ഇൻഷുറൻസ്, ടൂർ, ബസ്, ട്രെയിൻ ടിക്കറ്റ്, ഹോട്ടൽ ബുക്കിംഗ്, വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫർ തുടങ്ങിയവ ഞങ്ങളുടെ സർവീസുകളിൽ ചിലത് മാത്രം. വിശ്വസ്തത, കുറഞ്ഞ ഫീസ് ഞങ്ങളുടെ മാത്രം പ്രത്യേകത. എക്സ്പ്ലോർ ടൂർസ് ആൻഡ് ട്രാവൽസ്, AMR ബിൽഡിംഗ്, മാർക്കറ്റ് വ്യൂ, പത്തനാപുരം. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. വിദ്യാവിജയത്തിന്റെ സൂര്യ തേജസ്. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ മഹത്തായ 30ാം വർഷത്തിലേക്ക്. +1 +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് ഫസ്റ്റ് BA BCom ക്ലാസുകൾ +2 റിസൾട്ടിന് ശേഷവും MA MCom ക്ലാസുകൾ ഡിഗ്രി റിസൾട്ടിന് ശേഷവും ആരംഭിക്കുന്നു. SC ST OBC വിദ്യാർത്ഥികൾക്ക് ഫീസ് ആനുകൂല്യം. കോളേജ് ഓഫ് കൊമേഴ്സ് പുനലൂർ. സൗന്ദര്യ സംരക്ഷണ രംഗത്ത് മാറ്റത്തിന്റെ പുത്തൻ തരംഗവുമായി ലഷ് കോസ്മെറ്റിക്. അത്യാധുനിക രീതിയിൽ തികച്ചും വ്യത്യസ്തമായി ഒരു സൗന്ദര്യ സംരക്ഷണ കലവറ ഞങ്ങൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. പ്രീ ബ്രൈഡൽ പാക്കേജസ്, അക്കാദമി വിത്ത് ഗവൺമെന്റ് അപ്രൂവ്ഡ് സർട്ടിഫിക്കറ്റ്. ലഷ് കോസ്മെറ്റിക്, SN കോളേജ് ജംഗ്ഷൻ, ചെമ്മന്തൂർ, പുനലൂർ. കൊട്ടാരക്കര വിജയകൃഷ്ണ ജ്വല്ലേഴ്സ് 7ാം വയസ്സിലേക്ക്. വാർഷികത്തോടനുബന്ധിച്ച് നവീകരിച്ച മെഗാ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിനായി കൊട്ടാരക്കരയിൽ ഞാൻ എത്തുന്നു. മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. എന്നോടൊപ്പം നിങ്ങളും ഉണ്ടാവണം. മറക്കണ്ട, മെയ് 2-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 9:15. വിജയകൃഷ്ണ ജ്വല്ലേഴ്സ്, കൊട്ടാരക്കര. ഉറുകുന്ന റൂറൽ സഹകരണ സംഘം. ഫോൺ 0475 233 5500.
പൂർണ്ണമായും കമ്പ്യൂട്ടറൈസ് ചെയ്ത നവീകരിച്ച ഓഫീസിൽ ആധുനിക സൗകര്യങ്ങളോടെ സാധാരണക്കാരന്റെ താങ്ങും തണലുമായി വിവിധ നിക്ഷേപ പദ്ധതികൾ, സേവിങ്സ്, ഹോം സേഫ്, കറന്റ് ഫിക്സഡ് നിക്ഷേപങ്ങൾക്ക് പുറമെ പലിശ മുതലിനോട് ചേർത്ത് പരമാവധി പ്രയോജനം നൽകുന്ന സ്വയം വർദ്ധിനിയും 78 മുതൽ 80 വരെ മാസങ്ങൾ കൊണ്ട് തുക ഇരട്ടിയാവുന്ന അതുല്യ നിക്ഷേപവും. നിക്ഷേപങ്ങളുടെ പലിശ നിങ്ങളുടെ വീടുകളിലെത്തിക്കുന്നു. ജനപിന്തുണയോടെ ഈ ക്ലാസ് 1 സഹകരണ സംഘം 10ാം വർഷത്തിലേക്ക്. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BAS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. SS ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. നിലമ്പൂർ തേക്കിൽ തീർത്ത അലമാരകൾക്കായി പ്രത്യേക ഷോറൂം ഒരുക്കിയിരിക്കുന്നു. തേക്കിൽ നിർമ്മിച്ച സെറ്റ്, ദിവാൻ കോട്ട്, സ്റ്റീൽ അലമാര, കട്ടിൽ, TV സ്റ്റാൻഡ്, കിച്ചൺ സ്റ്റാൻഡ്, സാരി സ്റ്റാൻഡ്, ടീപ്പോ, 2 കസേരകൾ, 2 തലയിണകൾ എന്നിങ്ങനെ 70,000 രൂപ വില വരുന്ന ഗൃഹോപകരണങ്ങൾ ഇപ്പോൾ വെറും 40,000 രൂപയ്ക്ക്. സുനിദ്ര, പെപ്സ്, സ്കൈഫോം എന്നീ കമ്പനികളുടെ മെത്തകളും ഇവിടെ ലഭ്യമാണ്. മെത്തകൾക്ക് 20% വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു. ഫർണിച്ചർ ആൻഡ് ഇലക്ട്രോണിക്സ്, പുളിമുക്ക്, കുന്നിക്കോട്. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. പാരാമെഡിക്കൽ കോഴ്സുകൾ, സ്കാനിംഗ്, റേഡിയോഗ്രാഫി, എക്സ്റേ ടെക്നീഷ്യൻ, ECG ടെക്നീഷ്യൻ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, നഴ്സിംഗ് മുതലായ കോഴ്സുകൾ പഠിച്ചിറങ്ങിയ 100 കണക്കിന് വിദ്യാർത്ഥികൾ വിദേശ രാജ്യങ്ങളിലും ഭാരതത്തിലും മെഡിക്കൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിൽ ഉയർന്ന ശമ്പളത്തിൽ ജോലി ചെയ്യുന്നു. കോഴ്സ് പൂർത്തിയാക്കിയാൽ നേരിട്ട് ജോലിയിൽ പ്രവേശിക്കാം. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഹോസ്റ്റൽ സൗകര്യം. അഡ്മിഷൻ തുടരുന്നു. റെഡ് ക്രോസ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, കൊട്ടാരക്കര. ഫോൺ 0474-245-3939. കിങ്സ് മെഡിക്കൽ സെന്റർ, താലൂക്ക് ആശുപത്രിക്ക് സമീപം, പുനലൂർ. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഏറ്റവും കൂടുതൽ മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന കന്യാകുമാരി ജില്ലയിലെ പ്രമുഖ സ്ഥാപനം. എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, സിവിൽ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. സത്യം കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, കന്യാകുമാരി ഡിസ്ട്രിക്ട്, നാഗർകോവിൽ. ഫോർ അഡ്മിഷൻ കോൺടാക്ട്. പരിമിതമായ സീറ്റുകളോട് കൂടി പുനലൂർ ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ഈ വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രത്യേകതകൾ: ഡൊണേഷൻ ഇല്ല, മിതമായ ഫീസ്, തികഞ്ഞ അച്ചടക്കത്തിലൂടെ മൂല്യാധിഷ്ഠിത പഠനം, വിദേശത്തും സ്വദേശത്തും പരിചയം നേടിയ അധ്യാപകർ നയിക്കുന്ന ക്ലാസുകൾ, കമ്പ്യൂട്ടർ, സ്മാർട്ട് ക്ലാസ്, നവീകരിച്ച കിഡ്സ് കോർണർ, പരിസ്ഥിതി സൗഹൃദ വിദ്യാലയം, അറബി ഭാഷാ പഠനമുള്ള പുനലൂരിലെ ഏക CBSE വിദ്യാലയം. ഫാത്തിമ പബ്ലിക് സ്കൂളിൽ ചേർത്ത് നിങ്ങളുടെ കുട്ടികളുടെ ഭാവി ഉറപ്പാക്കൂ. അക്ഷയ തൃതീയ നാളിൽ പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും സ്വർണം വാങ്ങൂ. വർഷം മുഴുവൻ ഐശ്വര്യപൂർണമാക്കൂ. സ്വർണ്ണാഭരണ വിപണന രംഗത്ത് വർഷങ്ങളുടെ വിശ്വാസ്യതയും പാരമ്പര്യവുമുള്ള പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും ഈ അക്ഷയ തൃതീയ നാളിൽ സ്വർണം വാങ്ങൂ. ഈ പവിത്ര സ്വർണത്തിലൂടെ വർഷം മുഴുവൻ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിലനിർത്തൂ. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. BAS 916 ഹാൾമാർക്ക് ജ്വല്ലറി. സംസ്ഥാനത്തെ വിദ്യാർത്ഥി സമൂഹത്തെ പ്രതിനിധീകരിച്ച് ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയ യുവജനോത്സവത്തിൽ പങ്കെടുത്ത് തലവൂർ നടുത്തേരി സ്വദേശി VS ഇന്ദു മലയോര നാടിന് അഭിമാനമാകുന്നു. കലാരംഗത്ത് ശക്തമായ സാന്നിധ്യമായി മാറുകയാണ് ഇന്ദു. ഇത് JS ഇന്ദു, തലവൂർ നടുത്തേരി വൃന്ദാവനത്തിൽ സന്തോഷ് കുമാർ ജയശ്രീ ദമ്പതികളുടെ മകൾ. പുനലൂർ SN കോളേജിലെ 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി. മികച്ച കലാകാരിയായ ഇന്ദു ഛത്തീസ്ഗഡിലെ രാജ്പൂരിൽ നടന്ന 20ാമത് നാഷണൽ യൂത്ത് ഫെസ്റ്റിവലിൽ സംസ്ഥാനത്തെ പ്രതിനിധീകരിച്ച 4 പേരിൽ ഒരാൾ. തലവൂർ നടുത്തേരി സ്വദേശിനിയാണ് എന്നതിൽ നമുക്ക് അഭിമാനിക്കാം. ചെറുപ്രായം മുതൽ തന്നെ പാട്ടും സംഗീതവും നൃത്തവുമെല്ലാം പഠിക്കാൻ തുടങ്ങിയ ഈ കലാകാരി താഴ്ന്ന ക്ലാസ് മുതൽ ഹൈസ്കൂൾ തലം വരെ ഒട്ടനവധി കലാമത്സരങ്ങളിൽ ജില്ലാതലം മുതൽ സംസ്ഥാന തലം വരെ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കിയിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ 5 വർഷം തുടർച്ചയായി പദ്യപാരായണത്തിന് 1ാം സ്ഥാനം ലഭിച്ചത് ഇന്ദുവിന് അപൂർവ ബഹുമതിയാണ്.
ഹയർ സെക്കൻഡറി കലോത്സവത്തിലും യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിലും ഒട്ടനവധി കേരളോത്സവങ്ങളിലും മികച്ച പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് നിരവധി അംഗീകാരങ്ങളും പുരസ്കാരങ്ങളും നേടിയെടുക്കാൻ ഇന്ദുവിന് കഴിഞ്ഞിട്ടുണ്ട്. 3 മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ നടന്ന വി സാംബശിവൻ സ്മാരക കഥാപ്രസംഗത്തിൽ ഇന്ദു 1ാം സ്ഥാനം നേടുകയുണ്ടായി. ശാസ്ത്രീയ സംഗീതത്തിലും ഉപകരണ സംഗീതത്തിലുമെല്ലാം പ്രാവീണ്യം നേടിയിട്ടുള്ള ഈ കലാകാരി വയലിൻ വാദനത്തിൽ 6 വർഷം കൊണ്ട് പഠനം നടത്തുന്നുണ്ട്. കൂടാതെ ലഭ്യമാകുന്ന വേദികളിലെല്ലാം കച്ചേരിയും കഥാപ്രസംഗവും അവതരിപ്പിച്ചു വരുന്നു. മികച്ച ഗായിക കൂടിയായ ഇന്ദു പ്രേക്ഷകർക്കു വേണ്ടി ഒരു ഗാനവും ആലപിച്ചു. ആരോ വിരൽ നീട്ടി മനസ്സിൻ മൺവീണയിൽ ഏതോ മിഴിനീരിൻ ശ്രുതി മീട്ടുന്നു മോകം തളരും തനവോടെ ഇടരും മനമോടെ വിടവാങ്ങുന്ന സന്ധ്യേ വിരഹാർദ്രയായ സന്ധ്യേ. മലയാളത്തിൽ പുറത്തിറങ്ങിയിട്ടുള്ള നിരവധി ആൽബങ്ങളിലും ഗാനം ആലപിച്ചിട്ടുണ്ട്. പിന്നിട്ട വഴികളിലെ ഓർമ്മകൾ പങ്കുവച്ച ഇന്ദു തന്റെ ഉയർച്ചയിലും വളർച്ചയിലും സഹായിച്ച മഹത് വ്യക്തിത്വങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തി. എൻ്റെ മാതാപിതാക്കളുടെയും ഗുരുക്കന്മാരുടെയൊക്കെ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് നിലയിലെത്തി നിൽക്കുന്നത്. കലാപരമായ മികവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ദുവിന് ഛത്തീസ്ഗഡിൽ നടന്ന ദേശീയോത്സവത്തിൽ പങ്കുകൊള്ളാൻ കഴിഞ്ഞത്. സംസ്ഥാന തലത്തിൽ നിയോഗിക്കപ്പെട്ട 2 പെൺകുട്ടികളിൽ ഒരാൾ ഈ കലാകാരിയാണ്. കലാസ്നേഹികളുടെ പിന്തുണയും പ്രോത്സാഹനവും ആഗ്രഹിക്കുന്ന JS ഇന്ദു എന്ന ഈ കലാകാരി മലയോര നാടിന്റെ പ്രതീക്ഷയാണ്. കലാലോകത്തിന് നാളെയുടെ മുതൽക്കൂട്ടാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരുടെ വേതനം ATM വഴി നൽകാനുള്ള മാനേജ്മെന്റിന്റെ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്ന് CITU നേതാവ് കറൂർ എൽ വർഗീസ്. മാനേജ്മെന്റ് തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കറൂർ വർഗീസ് മുന്നറിയിപ്പ് നൽകി. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ ജീവനക്കാരുടെ കൂലി ATM വഴി നൽകുവാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് കേരള സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ വർക്കേഴ്സ് ഫെഡറേഷൻ CITU സംസ്ഥാന പ്രസിഡന്റ് കറൂർ എൽ വർഗീസ് അറിയിച്ചു. സംസ്ഥാന ഫാമിംഗ് കോർപ്പറേഷനിലെ ദിവസക്കൂലിക്കാരായിട്ടുള്ള ATM വഴി നൽകാനുള്ള മാനേജ്മെന്റ് തീരുമാനം അടിയന്തരപ്പെടുകയാണ്. പാവപ്പെട്ട തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം 18-20 കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്ത് ദിവസക്കൂലി ATM എടുക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ പ്രഖ്യാപിക്കാൻ പോകുന്നത്. ആധുനികവൽക്കരണത്തിന്റെ പേര് നടപ്പിലാക്കാൻ പോകുന്ന ഈ പദ്ധതിയെ സംബന്ധിച്ച് തൊഴിലാളിക്ക് വേണ്ടത്ര അറിവില്ലായ്മയും അതുപോലെ തന്നെ ഈ രംഗത്തുള്ള പരിചയക്കുറവും പ്രധാന വിഷയമായി നിൽക്കുകയാണ്. ചെരുപ്പട്ടകാവ്, മുള്ളുമല, കുമരംകുടി തുടങ്ങിയ എസ്റ്റേറ്റിൽ നിന്നും ദീർഘദൂരം യാത്ര ചെയ്താണ് ദിവസക്കൂലിക്കാരുടെ തൊഴിലാളികൾ ATM നിന്ന് ഈ പണം എടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ATM കൗണ്ടറുകൾ ഇത്തരം എസ്റ്റേറ്റുകൾ സ്ഥാപിച്ചോ അല്ലെങ്കിൽ പൂർണ്ണമായി ATM സംവിധാനത്തെ ഒഴിവാക്കിയോ ശമ്പളം തുറന്നു കൊടുക്കുന്ന ആവശ്യ നടപടി മാനേജ്മെന്റ് നടപ്പിലാക്കണം എന്നാണ് CITU ഇതിന് ബന്ധപ്പെട്ടവരോട് ആവശ്യപ്പെടുന്നത്. അല്ലാത്തപക്ഷം അതിശക്തമായ പ്രക്ഷോഭത്തിലൂടെ ഈ തീരുമാനം മാറ്റപ്പെടേണ്ട സാഹചര്യം ഉടലെടുക്കുമെന്ന് മാനേജ്മെന്റിനെ ബോധ്യപ്പെടുത്തുകയാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കോന്നി നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് കലഞ്ഞൂർ പഞ്ചായത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ സ്വീകരണം നൽകി. നിരവധി പ്രവർത്തകർ സ്വീകരണ യോഗത്തിൽ പങ്കെടുത്തു. കോന്നിയിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് അടൂർ പ്രകാശിന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായുള്ള സ്വീകരണ പരിപാടിക്ക് കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വരവേൽപ്പും സ്വീകരണവും ലഭിച്ചു. കലഞ്ഞൂർ ഇടത്തറയിൽ തുറന്ന വാഹനത്തിൽ എത്തിച്ചേർന്ന സ്ഥാനാർത്ഥിയെ UDF പ്രവർത്തകരും നേതാക്കളും ചേർന്ന് ഹാരമണിയിച്ച് വരവേറ്റു. UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് വോട്ടഭ്യർത്ഥിച്ച് സംസാരിച്ചു. താൻ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു. അതോടൊപ്പം തന്നെ കോന്നിയുടെ മണ്ണിലും നമുക്ക് നടപ്പാക്കുവാൻ കഴിഞ്ഞിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഏറെ വലുതാണ്. അത്തരം വികസന പ്രവർത്തനങ്ങൾ നമ്മൾ തുടക്കം കുറിച്ചത് പൂർത്തീകരിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കലഞ്ഞൂർ പഞ്ചായത്ത് IHRDയുടെ അപ്ലൈഡ് സയൻസ് കോളേജ് മാത്രമല്ല, കലഞ്ഞൂർ പഞ്ചായത്തിലെ നമുക്ക് ഇവിടെ അനുവദിച്ച അമ്മമാരുടെയും കുട്ടികളുടെയും ആശുപത്രി സമുച്ചയം, ഇത് പഞ്ചായത്ത് അതിനെതിരായി ചില തീരുമാനങ്ങൾ എടുത്തിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പണികൾ ആരംഭിക്കാൻ കഴിയാതെ പോയിരിക്കുന്നു. തീർച്ചയായും ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്.
UDF ജില്ലാ കൺവീനർ ബാബു ജോർജ്, DCC സെക്രട്ടറിമാരായ റെജി പൂവത്തൂർ, ഹരികുമാർ പൂതങ്കര, മാത്യു ചെറിയാൻ, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നേതാവ് പാടം ഇബ്രാഹിം കുട്ടി, MB സുരേഷ് കുമാർ, V സുധീർ കുമാർ, കലഞ്ഞൂർ സജീവ്, പ്രസന്നകുമാർ, അനീഷ് ഗോപിനാഥ്, അജോമോൻ, യൂത്ത് കോൺഗ്രസ് നേതാവ് സലോമോൻ എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി ജിഷ കൊല്ലപ്പെട്ട സംഭവത്തിലെ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് പുനലൂരിൽ പ്രതിഷേധം തുടരുന്നു. വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനങ്ങളും യോഗങ്ങളും സംഘടിപ്പിച്ചു. പെരുമ്പാവൂരിൽ നിയമവിദ്യാർത്ഥി ജിഷ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട് ദിവസങ്ങൾ പിന്നിട്ടിട്ടും പ്രതിയെ പിടികൂടാത്ത സാഹചര്യത്തിലാണ് പുനലൂരിൽ പ്രതിഷേധം ശക്തമാകുന്നത്. മുൻ ദിവസങ്ങളിലും പ്രതിഷേധവുമായി വിവിധ സംഘടനകൾ രംഗത്ത് വന്നിരുന്നു. കഴിഞ്ഞ ദിവസം മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും സംഘടിപ്പിച്ചു. CPM പുനലൂർ ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നിന്നും ആരംഭിച്ച പ്രകടനം പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ സമാപിച്ചു. നമ്മുടെ പ്രിയ സഹോദരി ജിഷയുടെ ഫാദറിനെ അടിയന്തരമായി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പുനലൂർ ഏരിയ കമ്മിറ്റി സംഘടിപ്പിച്ചിട്ടുള്ള വമ്പിച്ച പ്രതിഷേധ പ്രകടനം ഈ വാഹനത്തിന് നിർത്തലില്ലാതെ ഈ വെളിപ്പാറയിലൂടെ തുടർന്നു വരികയാണ്. മനുഷ്യരുടെ സാക്ഷിയെ എത്തിച്ച തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമൂഹം മനസാക്ഷിക്ക് മുന്നിൽ നടത്തിക്കൊണ്ടുപോയി കേരളത്തിലെ പോലീസ് എന്ന് നിങ്ങൾ ചിന്തിക്കണം. സഖാക്കളെ, ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുന്നു, ഇന്ന് ഈ പുനലൂരിന്റെ തെരുവീഥികളിൽ ഉയർന്നു വന്ന പ്രതിഷേധം, ഇതിന് സമാനമായ പ്രതിഷേധം കേരളത്തിലെമ്പാടും ഉയർന്നു വരികയാണ്. കേരളത്തിൽ മനസാക്ഷിയുള്ള മലയാളി അവൻ മരിക്കുവോളം കൊല ചെയ്യപ്പെട്ട ജിഷയുടെ ജീവിതം, കൊല ചെയ്യപ്പെട്ട ജിഷയുടെ സ്വപ്നങ്ങൾ അവന്റെ മനസ്സിനെ വേട്ടയാടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ ദാരുണമായ സംഭവത്തിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകളെ കയ്യാമം വെച്ച് സമൂഹത്തിന്റെ മുന്നിൽ ഹാജരാക്കി ഏറ്റവും ശരിയായ ശിക്ഷ വാങ്ങിക്കൊടുക്കുവാൻ എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ട് കെട്ടിപ്പൊക്കിയ കേരളത്തിലെ പോലീസ് സംവിധാനത്തിന് കഴിഞ്ഞില്ല എങ്കിൽ യാതൊരു സംശയം നിങ്ങൾക്ക് വേണ്ട. കേരളത്തിന്റെ തെരുവീഥികളിൽ ഇതുപോലെയുള്ള പ്രതിഷേധാർത്ഥികൾ ഇനിയും ജ്വലിച്ചുയരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പുനലൂർ ഗ്രാമ്യ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിലും പ്രതിഷേധ സന്ധ്യ സംഘടിപ്പിച്ചിരുന്നു. പുനലൂർ KSRTC ജംഗ്ഷനിലായിരുന്നു പ്രതിഷേധ സന്ധ്യ. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ പ്രതിഷേധ സന്ധ്യ ഉദ്ഘാടനം ചെയ്തു. ഗ്രാമ്യ രക്ഷാധികാരി K ധർമ്മരാജൻ, VP ഉണ്ണികൃഷ്ണൻ, രാജശേഖരൻ, ഷാജികുമാർ, രാജേഷ് എന്നിവർ പ്രതിഷേധ സന്ധ്യയ്ക്ക് നേതൃത്വം നൽകി. കക്കോട് അമൃത കുടുംബം വനിതാ പ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. പുനലൂർ TV ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി തിരികെ TV ജംഗ്ഷനിൽ സമാപിച്ചു. സൈന ബീബി, വിജയകുമാരി, രമ്യ, അജിത, സ്മിത, ശ്രീലേഖ, രമ്യ, സന്തോഷ് എന്നിവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SBTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യത്തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here
Civil Engineering, Computer Science and Engineering, Electrical and Electronics Engineering, Electronics and Communication Engineering, Information Technology, Mechanical Engineering, BTech Regulations, BTech Syllabus, MTech courses offered here, MTech in Communication Engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ, എക്സ്പോർട്ട് ക്വാളിറ്റി ഗ്രാനൈറ്റ്സ് ആൻഡ് ഇമ്പോർട്ടഡ് വിട്രിഫൈഡ് ടൈൽസ്. ഗുണനിലവാരം, വിശ്വസ്തത, വേഗത, സുതാര്യത ഞങ്ങളുടെ മുഖമുദ്ര. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാത്ത്. എനിക്ക് 5 വർഷമായിട്ട് തലവേദനയുടെ അസ്വസ്ഥതയായിരുന്നു. ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഒത്തിരി കഴിച്ചു, എന്നിട്ട് യാതൊരു പ്രയോജനവും ഇല്ലായിരുന്നു. ഓപ്പറേഷൻ വരെ ചെയ്യേണ്ട ഒരു സാഹചര്യം വന്നു, കഫം എടുത്ത് കളയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞു, ഇങ്ങനെ പത്തനാപുരത്ത് ആയുർശ്രീ എന്ന് പറഞ്ഞൊരു ആയുർവേദ ഹോസ്പിറ്റലുണ്ട്, അവിടെ ചെന്ന് ആ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഫ്രണ്ടിന് നല്ല ആശ്വാസം കണ്ടതുകൊണ്ടാണ് ഞാൻ അവിടെ ചെന്നത്. ഡോക്ടറോട് വിവരമൊക്കെ പറഞ്ഞു. ഇപ്പം ഞാൻ 1 മാസമായി നഴ്സിംഗ് ചെയ്തിട്ട് എന്നും ഒരു ദിവസം പോലും ഞാൻ ഉറങ്ങിയിട്ടില്ല. അത്ര തലവേദനയായിരുന്നു, ഭാരപ്പെടുകയായിരുന്നു. എന്നാൽ അവിടുത്തെ മരുന്ന് പോലും ഞാൻ കഴിക്കുന്നില്ല, കാരണം എൻ്റെ കംപ്ലീറ്റ് ആ അസ്വസ്ഥത എന്നെ മാറിക്കഴിഞ്ഞു. ആയുർശ്രീക്ക് നന്ദി. ആയുർശ്രീ ആയുർവേദ പഞ്ചകർമ്മ ഹോസ്പിറ്റൽ, വ്യാപാര ഭവൻ, പത്തനാപുരം, ഇലക്ട്രിസിറ്റി ഓഫീസിന് എതിർവശം, കരുനാഗപ്പള്ളി. പഠനം കഴിഞ്ഞാൽ ഉടനൊരു ജോലി ഏതൊരു വിദ്യാർത്ഥിയുടെയും സ്വപ്നമാണ്. ഏവിയേഷൻ, ടൂറിസം, നഴ്സിംഗ് ലോകത്തിലെ ഏറ്റവും മുന്തിയ തൊഴിൽദാതാക്കളായി ഈ നൂറ്റാണ്ടിന്റെ തൊഴിൽ മേഖലയായി മാറിയിരിക്കുന്നു. ECR മെറിഡിയൻ കോളേജ് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, BHM ബാച്ചുലർ ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്. എലിജിബിലിറ്റി +2 or HSC പാസ്. നിങ്ങളുടെ സ്വപ്ന സൗധം യാഥാർത്ഥ്യമാക്കുവാൻ ശ്രീ മഹാലക്ഷ്മി കൺസ്ട്രക്ഷൻസ്, വാളകം, കൊട്ടാരക്കര. ബന്ധപ്പെടേണ്ട നമ്പർ 9562525225, 9656360357, ലാൻഡ് ഫോൺ 047424726226. അക്ഷയ തൃതീയ ദിനത്തിൽ പുനലൂരിലെ ജുവലറികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടു. സ്വർണത്തിന്റെ നേരിയ വിലവർധനവ് പോലും വിൽപ്പനയെ ബാധിച്ചില്ല. സ്വർണത്തിന്റെ നേരിയ വിലവർധനവിനെ പോലും വകവയ്ക്കാതെയാണ് ആളുകൾ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങാൻ ജ്വല്ലറികളിലെത്തിയത്. പുനലൂരിലെ മിക്ക ജ്വല്ലറികളിലും വൻ തിരക്കായിരുന്നു അക്ഷയ തൃതീയ ദിനത്തിൽ. ഗണപതിയും വേദവ്യാസനും ചേർന്ന് മഹാഭാരതം രചിച്ച ദിവസം എന്നാണ് അക്ഷയ തൃതീയ ദിനത്തെ ഒരു വിഭാഗം വിശേഷിപ്പിക്കുന്നത്. ഭഗവാൻ കൃഷ്ണൻ ദ്രൗപദിക്ക് അക്ഷയപാത്രം നൽകിയ ദിവസമെന്നും വിശേഷണമുണ്ട്. പരശുരാമന്റെ ജന്മദിനമാണ് അക്ഷയ തൃതീയ ദിനമായി ആചരിക്കുന്നതെന്നും ഒരു വിഭാഗം പറയുന്നു. അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങിയാൽ അടുത്ത 1 വർഷത്തേക്ക് കുടുംബത്തിൽ ഐശ്വര്യവും സമ്പത്തും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഈ വിശ്വാസം മുൻനിർത്തിയാണ് ജ്വല്ലറികളിൽ വൻ തിരക്ക് അനുഭവപ്പെട്ടത്. സ്വർണ്ണാഭരണത്തിന്മേൽ മുടക്കുന്നത് എപ്പോഴും ഒരു കരുതൽ ധനം എന്നോണം ഏത് സമയത്തും വിശ്വാസമുള്ള സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് ഏത് സമയത്തും തിരിച്ചു കൊടുത്താൽ മാന്യമായ വില കിട്ടും എന്നുള്ളതിൽ ഉള്ള ഉറപ്പാണ്. ചെറുകിടമായ രീതിയിലുള്ള ഈ കച്ചവടങ്ങൾ തീർച്ചയായിട്ടും ചെറുകിട രീതിയിൽ നടക്കുന്നത്. അതാണ് ജനങ്ങൾ ഒരു വിശ്വാസം അർപ്പിച്ചത് മുന്നോട്ട് പോകുന്നത്. അക്ഷയ തൃതീയ ദിവസത്തിന്റെ ഈ ദിവസത്തിൽ ചാനൽ ലൈവിലെ മുഴുവൻ വരുന്ന പ്രേക്ഷകർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അർപ്പിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. തമിഴ് സൂപ്പർ സ്റ്റാർ സൂര്യയുടെ പുതിയ ചിത്രമായ 24ന്റെ റിലീസിംഗ് അഞ്ചലിലും ആഘോഷമാക്കി ഫാൻസ് അസോസിയേഷൻ പ്രവർത്തകർ ആഹ്ലാദ പ്രകടനവും അഞ്ചലിൽ സംഘടിപ്പിച്ചു. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരുന്ന സൂര്യ ചിത്രം 24ന്റെ റിലീസ് തമിഴ്നാടിനു പുറമെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ആഘോഷമാക്കി. ആഘോഷം അഞ്ചലിലും അലയടിച്ചു. ചിത്രം പ്രദർശനത്തിനെത്തിയ അഞ്ചൽ അർച്ചന തിയേറ്ററിന് മുന്നിൽ നിന്നും ആരംഭിച്ച ആഹ്ലാദ പ്രകടനം ചന്തമുക്കിലാണ് സമാപിച്ചത്. നാസിക് ഡോൾ ഉൾപ്പെടെയുള്ള ആധുനിക വാദ്യമേളവും പ്രകടനത്തിന് മിഴിവേകി. 100 കണക്കിന് ആരാധകരാണ് ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തത്.
സൂര്യ ഫാൻസ് അസോസിയേഷൻ അഞ്ചൽ യൂണിറ്റ് പ്രസിഡന്റ് അമൽ അശോക്, സെക്രട്ടറി ജുനൈദ് എന്നിവർ ആഹ്ലാദ പ്രകടനത്തിനും ആഘോഷങ്ങൾക്കും നേതൃത്വം നൽകി. ലൈവ് വാർത്ത, അഞ്ചൽ. ഇനി സ്വർണം വെള്ളി നിരക്കുകൾ. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹോദരിയോട് സഹോദരന്റെ കൊടും ക്രൂരത. പുനലൂർ വട്ടമണ്ണിൽ സഹോദരിയെ സഹോദരൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തി. കൊലയ്ക്ക് ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയുടെ നില അതീവ ഗുരുതരം. കാര്യറ കമുകുംചേരിയിൽ 68-കാരിക്ക് നേരെ പീഡന ശ്രമം. അയൽവാസിയും സുഹൃത്തും പിടിയിൽ. പിടികൂടിയത് കുന്നിക്കോട് പോലീസ്. സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷനിലെ താൽക്കാലിക ജീവനക്കാരുടെ വേതനം ATM വഴി നൽകാനുള്ള നീക്കത്തിനെതിരെ CITU. മാനേജ്മെന്റ് തീരുമാനം പുനഃപരിശോധിച്ചില്ലെങ്കിൽ ശക്തമായ സമരമെന്നും CITU. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും livevarta.com സന്ദർശിക്കുക. നമസ്കാരം.